ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആലുവയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിവിടുന്ന് ബസ് ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. ഭയങ്കര ക്ഷീണം തോന്നി. അപ്പോൾ കുറേ നേരം കിടന്നു. ഇപ്പോൾ ബൈപ്പാസിൽ കൂടെ പോയി എന്ത് രസമാണെന്നറിയോ. ശരിക്കും ഈ ഒരു കാഴ്ചകളൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ട്. നല്ല അടിപൊളി റോഡല്ലേ അങ്ങോട്ടൊക്കെ. തൃശ്ശൂർ കഴിഞ്ഞ് കഴിയുമ്പോഴല്ലേ ചെറിയൊരു ബ്ലോക്കൊക്കെ വന്നിരുന്നു. എനിക്കൊരുപാട് ഇഷ്ടമായിട്ട് ഈ കാഴ്ചകളൊക്കെ. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ട് കണ്ടോ, ഫുള്ളും ബ്ലോക്കാണ്. ബസ് നിർത്തിയിട്ടാണ് പോയത്. എന്നാലും ഒരു പ്രത്യേക സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ശബരിമലയുടെ ബോർഡൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഒരിക്കലും ഇവിടെയൊന്നും എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ കാണാനുള്ള യോഗമുണ്ടാവുമെന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് യാദൃശ്ചികമായി ദൈവം എന്നെ അങ്ങോട്ടൊരു യാത്ര എനിക്ക് ഒരുക്കി തന്നതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഭാരതപ്പുഴ കണ്ടില്ലേ, വെള്ളം കുറഞ്ഞു കിടക്കുന്നു. കാരണം എത്രയോ കാലമായി ഇതൊക്കെ കണ്ട്. അതിനുശേഷം ഞങ്ങൾ ബസ് അവിടെ നിർത്തി. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഏതോ ഒരു സ്ഥലപ്പേര് ഞാൻ മറന്നുപോയിട്ടു കൂട്ടുകാരെ. അപ്പോൾ അവിടെ ചെന്ന് വേഗം ബസ് നിർത്തിയപ്പോൾ എല്ലാവരും 10 മിനിറ്റ് സമയമുണ്ട്, ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. വേഗം പോയി ഭക്ഷണം കഴിച്ചു. രാവിലെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെ പോയതാണ്. ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടാണ് പോയത്. അതുവരെ ഇരുന്നത് എൻ്റെ ഭാഗ്യം. ഛർദിയോ തലകറക്കോ ഒന്നും ഇല്ലാതിരുന്നത്. അന്ന് വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം ഇറങ്ങി വീണ്ടും ബസ്സിലേക്ക് തന്നെ കയറി യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ ആലുവയിലെത്തിയപ്പോൾ അവിടെ ഈ ശിവരാത്രി മഹാശിവരാത്രി നടക്കുന്ന ആലുവപ്പുഴ ക്ഷേത്രം അപ്പുറത്താണ്. അപ്പോൾ എനിക്ക് ഇപ്പുറത്തുനിന്ന് അങ്ങ് പോകാൻ പറ്റിയില്ല. എന്നാലും ഞാൻ അവിടെയൊക്കെ പോയി ചെറിയൊരു തരത്തിൽ വീഡിയോസൊക്കെ എടുത്ത്. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു വിശ്രമ മന്ദിരം കൂടിയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അതങ്ങനെ പോയി. വണ്ടി അവർ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റി. അവിടെയാണ് ദിലീപിൻ്റെ വീട് കേട്ടോ. ഈ ആലുവ ഈ പുഴയുടെ തീരത്താണ് ദിലീപിൻ്റെ വീട്. പക്ഷേ അവിടെ ആരുമില്ല, ഷൂട്ടിങ്ങിന് പോയി എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. എന്നാലും വേണ്ടില്ല, എന്നാലും ആ വീടൊക്കെ കാണാൻ എനിക്ക് സാധിച്ചു. ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഒരു ആശ്രമത്തിലും പോവാൻ സാധിച്ചു. ഇതാണ് ആ പുഴ. പിന്നെ ഇത് കോളേജാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ.